നമുക്കിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റിലെ ഒരു കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മീനൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വാട്ടൊന്നും ചെയ്യണില്ല കേട്ടോ, ഉള്ളിയൊന്നും വാട്ടാതെ കുഴച്ച് വെക്കാനാണ്. 1 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മുളക് പൊടി വലിയ എരിവില്ലാത്തതാണ് കേട്ടോ, അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പുളി കൂടി പോവരുത് കേട്ടോ, ചെമ്മീനായതുകൊണ്ട് നമുക്ക് അധികം പുളിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി മതിയാവും കേട്ടോ. നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഇവിടെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വലിയ ജീരകം എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മളിവിടെ വറുത്തരച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇവിടെ തേങ്ങ ഒക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കറിയും തേങ്ങയും ഒക്കെ കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലതുപോലെ തിളക്കണം, എന്നാലേ ആ കറീൻ്റെ ടേസ്റ്റ് കണ്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഉള്ളി മൂപ്പിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. ഈ ഒരു മെത്തേഡ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട്, മുളക് പൊടി ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് കറിയിലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ, ടേസ്റ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.